ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാം മത്സരം നാളെ ആരംഭിക്കുമ്പോൾ ഓസ്ട്രേലിയയേക്കാൾ ഈ ടെസ്റ്റ് നിർണായകമാവുക ടീം ഇന്ത്യക്കാണ്. ബോക്സിംഗ് ഡേ ടെസ്റ്റ് ജയിക്കാനായാൽ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിട്ടു പോകാതെ നോക്കാൻ ഇന്ത്യക്ക് സാധിക്കും. വിദേശത്ത് ഇന്ത്യക്ക് ഏറ്റവും അധികം ടെസ്റ്റ് വിജയങ്ങൾ നേടാനായിട്ടുള്ള ഗ്രൗണ്ടുകളിലൊന്നാണ് മെൽബണിലേത്. ഇതുവരെ 4 തവണ ഇന്ത്യ ഓസ്ട്രേലിയയെ മെൽബണിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പേസർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് മെൽബണിലേതെങ്കിലും മനസ്സുകൊടുത്ത് കളിച്ചാൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് റൺ കണ്ടെത്താൻ പ്രയാസമുണ്ടാകില്ല. കഴിഞ്ഞ മത്സരങ്ങളിൽ വാലറ്റത്തുള്ള ബാറ്റർമാർ കാണിച്ച ഔചിത്യം മുൻനിര ബാറ്റർമാർ മാതൃകയാക്കണമെന്ന് സാരം. മെൽബണിൽ ഭേദപ്പെട്ട റെക്കോർഡ് ഇന്ത്യക്ക് അവകാശപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ പ്രതീക്ഷകളേറെയാണ്. അജിങ്ക്യ രഹാനെയ്ക്ക് കീഴിൽ ബോക്സിംഗ് ഡേയിൽ ഓസീസിനെ ഞെട്ടിച്ച ഇന്ത്യൻ മാജിക് വീണ്ടും ആവർത്തിക്കാമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. ആദ്യ 3 മത്സരത്തിലെ ഇന്ത്യയുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരം കാട്ടിയില്ലെന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വലിയ പൊളിച്ചെഴുത്താണ് 4ാം ടെസ്റ്റിൽ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് മെൽബൺ ടെസ്റ്റ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പരമ്പരയിലെ ആദ്യ മത്സരം നഷ്ടമായ രോഹിത് 2-3 മത്സരങ്ങളിൽ മധ്യനിരയിലാണ് കളിച്ചത്. ഓപ്പണർ സ്ഥാനം വിട്ട് മധ്യനിരയിലേക്ക് എത്തിയ രോഹിതിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ 4ാം ടെസ്റ്റിൽ രോഹിത് ഓപ്പണർ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ തയ്യാറെടുക്കുകയെന്നാണ് വിവരം. ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗിലേക്ക് രോഹിത് ശർമ്മ തിരിച്ചെത്തുമ്പോൾ KL രാഹുലിന് മധ്യനിരയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. മുൻ ഓസ്ട്രേലിയൻ പര്യടനങ്ങളിൽ മികവ് കാട്ടിയിട്ടുള്ള ഗില്ല് ഇത്തവണ തീർത്തും നിരാശപ്പെടുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഗില്ലിനെ മെൽബണിൽ മാറ്റി നിർത്താനാണ് ടീം മാനേജ്മെന്റ് പദ്ധതിയിടുന്നത്. ഗില്ലിന്റെ എവേ മത്സരത്തിലെ ശരാശരി 30% മാത്രമാണ്. സമീപകാലത്തെ ഫോമും മോശമായതിനാൽ ഗില്ലിനെ ഇന്ത്യ മാറ്റി നിർത്താൻ സാധ്യത കൂടുതലാണ്. ഗില്ലിനെ പുറത്തിരുത്തിയാൽ 3ാം നമ്പറിൽ രാഹുലിന് കളിക്കാം. 4ാം നമ്പറിൽ വിരാട് കോഹ്ലിയും 5ാം നമ്പറിൽ ഋഷഭ് പന്തും തുടരുമ്പോൾ 6ാം നമ്പറിൽ കളിക്കാൻ ജുറലാണ് ഏറ്റവും അനുയോജ്യനായ താരം. പേസർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചാണ് മെൽബണിലേതെങ്കിലും സ്പിന്നർമാരെയും നിരാശപ്പെടുത്താത്ത പിച്ചാണിത്. ഓസീസ് സീനിയർ സ്പിന്നർ ലയണിന്റെ ഭാഗ്യ പിച്ചുകളിൽ ഒന്നാണ് MCG എന്നതിനാൽ ലയണിന്റെ സ്പിൻ ഗണിയെ ഇന്ത്യൻ ബാറ്റർമാർ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മെൽബണിൽ ഇന്ത്യ 2 സ്പിന്നർമാരെ കളിപ്പിക്കുവാൻ നീക്കം നടത്തുന്നുണ്ട്. രവിചന്ദ്രൻ അശ്വിന്റെ അഭാവത്തിൽ വാഷിംഗ്ടൺ സുന്ദറാവും ജഡേജയ്ക്കൊപ്പം പ്ലേയിംഗ് ലെവലിലേക്ക് എത്തുക. MCGയിൽ 52.66 ശരാശരിയിൽ 316 റൺസ് കോഹ്ലി നേടിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ 15 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഹ്ലി ബുംറ സഖ്യത്തിലേക്കാണ് ഇന്ത്യൻ ആരാധകർ ഉറ്റുനോക്കുന്നത്.